നമസ്കാരം. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ ആഫ്രിക്കൻ വംശജനായ സൊഹ്റാൻ മംദാനിയുടെ വിജയത്തിൽ ഇന്ത്യക്കാരൻ എന്ന നിലയിലും ഏഷ്യക്കാരൻ എന്ന നിലയിലും അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സൊഹ്റാൻ മംദാനിയെ പോലെ ഏഷ്യൻ വംശജർക്ക് അമേരിക്ക പോലൊരു വെള്ളക്കാരുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ എത്താൻ കഴിയുന്നു എന്നത് ലോക ജനാധിപത്യത്തിൻ്റെ വിജയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയതിനെ ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ട്രംപിൻ്റെ ഈ നിലപാടിനെ വിമർശിക്കാൻ എനിക്ക് അധികാരമുണ്ട്. എന്നാൽ ന്യൂയോർക്കിൻ്റെ മേയർ എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് എടുത്ത നിർണായകമായ ഒരു നിലപാടിനെ എതിർക്കുന്നതും വിമർശിക്കുന്നതും മംദാനി ചെയ്ത തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അമേരിക്കയുടെ നിലപാടിനെ കുറിച്ചുള്ള മംദാനിയുടെ നിലപാട് തന്നെയാണ് എൻ്റെതെങ്കിലും ന്യൂയോർക്കിന്റെ മേയർ എന്ന നിലയിൽ അമേരിക്കൻ സർക്കാർ എടുത്ത നിലപാടിനൊപ്പം നിൽക്കേണ്ട ബാധ്യതയിൽ നിന്നും മംദാനി മാറിപ്പോയത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രാജ്യം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ആ രാജ്യത്തെ പൗരന്മാർ ആ രാജ്യമെടുത്ത നിലപാടിനൊപ്പം നിൽക്കണം എന്നതാണ് ശരിയായ രാജ്യസ്നേഹം. ഇവിടെ മംദാനിക്ക് പിഴച്ചു എന്ന് അമേരിക്കക്കാർ നാളെ മംദാനിയെ തിരുത്തുന്ന കാലം വിദൂരമല്ല. ഇതിനിടയിലാണ് മംദാനിയുമായി ബന്ധപ്പെട്ടൊരു കത്ത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 5 വർഷമായി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് എന്നു പേരുള്ള മുൻ JNU വിദ്യാർത്ഥി നേതാവിന് മംദാനി അയച്ച കത്താണിത്. മംദാനിയുടെ സത്യപ്രതിജ്ഞാ ദിവസം ഉമർ ഖാലിദിന്റെ സുഹൃത്താണ് ഈ കത്ത് പുറത്തുവിട്ടത്. തിഹാർ ജയിലിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കിടക്കുന്ന ഉമർ ഖാലിദിന് മംദാനി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കത്തയച്ചത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല. അതുകൊണ്ട് നഷ്ടമുണ്ടായത് മറ്റാർക്കുമല്ല, ഉമർ ഖാലിദിന് തന്നെ. 2020 ഡൽഹി കലാപത്തിൽ പ്രതി ചേർക്കപ്പെട്ടാണ് ഉമർ ഖാലിദ് ജയിലിൽ കഴിയുന്നത്. 5 വർഷമായി വിചാരണ തടവുകാരനായി ഉമർ ഖാലിദ് ജയിൽവാസം അനുഭവിക്കുന്നു. 2022 മുതൽ ഉമർ ഖാലിദിന് ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതിയിലുണ്ട്. ഡൽഹി ഹൈക്കോടതി തീരുമാനമെടുക്കാത്തതിനെ തുടർന്നാണ് ജാമ്യാപേക്ഷയുമായി ഉമർ ഖാലിദ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി അതിൽ ഇന്ന് തീരുമാനമെടുത്തപ്പോൾ ഉമർ ഖാലിദിനും സുഹൃത്ത് ഷാർജിദ് ഇമാമിനും ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഇത് ഉമർ ഖാലിദ് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരാൾ വിചാരണ തടവുകാരനായി അനിശ്ചിതകാലം ജയിലിൽ കഴിയരുതേ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എത്ര ഭീകരവാദിയാണെങ്കിലും ഒരാൾക്കെതിരെ ഒരു കുറ്റം ചുമത്തിയാൽ ആ കുറ്റത്തിന്റെ തെളിവ് കണ്ടെത്തേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിനും അത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനുമാണ്. ഇത് രണ്ടും സമയബന്ധിതമായി തീർക്കണം. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അത് അയാളുടെ അവകാശമാണ്. ആ ഉത്തരവാദിത്വം പ്രോസിക്യൂഷനും പോലീസും ചെയ്യാത്തത് കൊണ്ട് ഒരാൾ കുറ്റാരോപിതനായി അനിശ്ചിതകാലം ജയിലിൽ കിടക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഡൽഹി കലാപക്കേസിലെ പ്രതികളായ ഉമർ ഖാലിദ് അടക്കമുള്ളവർ നേരത്തെ തന്നെ ജയിൽ മോചിതരാവേണ്ടതായിരുന്നു. ഇപ്പോൾ പോലും അവർക്ക് ജാമ്യം നിഷേധിച്ചത് അനുചിതമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ സുപ്രീം കോടതിക്ക് ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കാൻ കഴിയുമായിരുന്നു? അഥവാ സുപ്രീം കോടതി ഉമർ ഖാലിദിന് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായും അമേരിക്കയെ പേടിച്ച് ഇന്ത്യ നിലപാട് മാറ്റി എന്ന തരത്തിൽ വ്യാഖ്യാനം വരുമായിരുന്നു. ഈ നാട്ടിലെ ഉമർ ഖാലിദ് സ്നേഹികൾ തന്നെ പറയുമായിരുന്നു, സുപ്രീം കോടതി പേടിച്ചുപോയി, മോദി പേടിച്ചുപോയി, അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് മേയർ കത്തെഴുതിയപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചെന്ന്. അങ്ങനെയൊരു പേരുദോഷം കേൾക്കേണ്ട ബാധ്യത ഇന്ത്യൻ ഭരണകൂടത്തിനോ നിയമ സംവിധാനത്തിനോ ഇല്ല. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഒരാൾ ഇടപെടാൻ ശ്രമിച്ചാൽ ഒരു തരത്തിലും വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. ഉമർ ഖാലിദിന് ജാമ്യവും ജയിൽവാസവും ഒക്കെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം മാത്രമാണ്. ആ കാര്യത്തിൽ ഖാലിദ് ഇടപെട്ടാൽ അതിന് കൊടുക്കേണ്ട മറുപടി ജാമ്യ നിഷേധം തന്നെയാണ്. വാസ്തവത്തിൽ ഉമർ ഖാലിദിനെ സ്നേഹിച്ച് ചിലർ ചോദിച്ചു വാങ്ങിയ പണിയാണ് ഇപ്പോഴത്തെ ജാമ്യ നിഷേധം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജാമ്യം നിഷേധിക്കുന്നതിന് മുൻപ് ഇന്നലെ മംദാനിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈജുസ്വാമി എഴുതിയ കുറിപ്പ് പ്രസക്തമാണ്. ന്യൂയോർക്ക് മേയറായി ചുമതലയേറ്റ മംദാനി ഇന്ത്യയിൽ ഡൽഹി കലാപക്കേസിൽ UAPA ചുമത്തപ്പെട്ട് ജയിലിലായ ഉമർ ഖാലിദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പ് നെഞ്ചോട് ചേർത്ത് കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു. അതിന് മറുപടി പോസ്റ്റ് ഇടാൻ ഒരുങ്ങിയെങ്കിലും വലതുപക്ഷ സവർണ സംഘി എന്ന കൽപ്പിത പദവിയിൽ സ്ഥിരാംഗമാകാൻ പ്ലാനില്ലാത്തതുകൊണ്ടും
എൻ്റെ കുറെ നല്ല സുഹൃത്തുക്കൾ പോലും എന്നെ ആ കണ്ണിലൂടെ കാണാൻ സാധ്യതയുള്ളത് കൊണ്ടും മറുപടി വേണ്ടെന്ന് തീരുമാനിച്ചു. ഇന്നലെ നാർക്കോട്ടിക് ടെററിസ്റ്റായ വെനിസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുന്ന കേസുകൾ കുറെ പോസ്റ്റുകളിൽ മംദാനി ഫാൻസ് അസോസിയേഷനിൽ ഉള്ളവർ തന്നെ അമേരിക്ക മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടുന്നു എന്ന് കണ്ടപ്പോൾ തിക്കുമുട്ടി നിന്ന മംദാനി പോസ്റ്റുകൾക്ക് മറുപടി എഴുതാൻ ഊർജം കിട്ടി. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥ പ്രകാരം ആരെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യുമ്പോൾ അന്യരാജ്യത്തെ ഭരണാധികാരികൾ അവരുടെ പദവി മറന്ന് അതിൽ ഇടപെടാൻ പാടില്ല എന്നതാണ് എൻ്റെ എക്കാലത്തെ നിലപാട്. പ്രത്യേകിച്ച് ഭീകരവാദം, കലാപം, ജനോസൈഡ് പോലെയുള്ള ഗുരുതര കേസുകൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ. കാരണം അങ്ങനെ തുടങ്ങിയാൽ നിയമവ്യവസ്ഥയുടെ മേലുള്ള അധിനിവേശമായി ഇത് മാറും. ഇനി ഉമർ ഖാലിദിലേക്ക് വരാം. അയാൾ ന്യൂഡൽഹിയിൽ 56 പേരുടെ മരണത്തിനും വ്യാപക ആക്രമണത്തിനും ഇടയാക്കിയ CAA NRC വിരുദ്ധ കലാപ സമയത്തെ കലാപകാരികളെ ഇൻസൈറ്റ് ചെയ്യുന്ന പ്രകോപനപരമായ പ്രസംഗങ്ങളും വാട്സാപ്പ് വഴി കലാപത്തിന് വഴിമരുന്നിട്ടു എന്നുമാണല്ലോ UAPA കേസ്. UAPA മൂർച്ചേറിയ നിയമമാണ്. അത് കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയത്. പിന്നീട് 2019 UAPA അമെൻമെന്റ് ചെയ്തത് സർക്കാർ. അത് വ്യക്തികൾക്ക് നേരിട്ട് കലാപത്തിൽ പങ്കെടുത്തില്ലെങ്കിലും പ്രേരണ കൊടുത്താലും എന്നാക്കി. സുപ്രീം കോടതി പരിഷ്കരണം സാധുവാണ് എന്ന് വിധിച്ചു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതൊരു നിയമമാണ്. ഉമർ ഖാലിദ് പാർട്ടി നടത്തിയ സമരത്തിലെ CAA എന്നതും മുസ്ലിങ്ങളുടെ പൗരത്വമില്ലായ്മ ചെയ്യലും എല്ലാം വെറും ഭോഷ്കാണെന്നും 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലായി. ഉമർ ഖാലിദിന്റെ ജാമ്യ ഹർജിയിൽ അയാൾ പറയുന്നത് ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമാണ് ആഹ്വാനം ചെയ്തത് എന്നാണ്. പക്ഷെ അതിന് കുറച്ചു ദിവസം മുൻപ് അയാൾ അമരാവതി എന്ന സ്ഥലത്ത് നടത്തിയ പ്രസംഗത്തിൽ ആയുധമെടുത്തുള്ള ചെറുത്തുനിൽപ്പാണ് വേണ്ടത്, വെറും സമരം കൊണ്ട് കാര്യമില്ല എന്ന് പ്രസംഗിച്ചതിന്റെ മാധ്യമങ്ങളിൽ വന്ന വീഡിയോ ആണ് പ്രോസിക്യൂഷൻ തെളിവായി കൊണ്ടുവന്ന് അന്വേഷണ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് UAPA വകുപ്പ് വെച്ച് എതിർത്തത്. ദിലീപ് കേസിൽ എന്നതുപോലെ ജഡ്ജിക്ക് നിയമം നോക്കി മാത്രമേ ഹർജിയിൽ ഓർഡർ ഇടാൻ കഴിയൂ. ഉമർ ഖാലിദിനെതിരെ സംഘപരിവാർ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ച് ജയിലിൽ പിടിച്ചിട്ട് പീഡിപ്പിക്കുന്നുവെന്നാണെങ്കിൽ ആ നിയമത്തിന് കുഴപ്പമാണെന്ന് മാത്രമേ പറയാനാകൂ. ആ നിയമം റിപ്പീൽ ചെയ്യാൻ ജനാധിപത്യ മാർഗത്തിലൂടെ സമ്മർദ്ദം മാത്രമേ കഴിയൂ. അത് ലോക്കൽ സോഷ്യൽ ഡെമോക്രാറ്റുകൾ മനസ്സിലാക്കണം. എന്നിട്ട് ദേശീയതയുടെ അംശം ബാക്കിയുണ്ടെങ്കിൽ മംദാനിയോടും അതുപോലെ വിദേശത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ ഇടങ്കോലിടുന്ന പരിപാടി ചെയ്യരുത് എന്ന് പറയണം. മറ്റൊരു കാര്യം, ഉത്തരവാദിത്തപ്പെട്ട കസേരയിലിരിക്കുന്നവർ വെറും വോക്കുകളാകരുത്. ക്രമസമാധാനത്തിന് അന്ത്യം കുറിക്കാൻ തുറഞ്ഞിറങ്ങുന്ന ലെഫ്റ്റ് ലിബറൽ വോക്കുകൾ എന്ന ഹൂളിഗൻസ് ഏണി വെച്ചു കൊടുക്കുമ്പോൾ ഭീകരതയുടെ ഇരകളായി ജീവിതം നഷ്ടമാകുന്ന നിസ്സഹായരായ സാമാന്യ ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തെ മറക്കരുത്. ഏതെങ്കിലും ഭരണകൂടത്തെ പുറത്താക്കാൻ ജനാധിപത്യത്തിലൂടെ ശ്രമിക്കാതെ ബോംബ് പൊട്ടിക്കാൻ ആഹ്വാനം ചെയ്യുന്നവരെ കൈകാര്യം ചെയ്യുക എന്നത് ഭരണകൂടത്തിന് ഒഴിഞ്ഞു മാറാനാകാത്ത ചുമതലയാണ്. അന്നന്നത്തെ ആഹാരത്തിനും കുടുംബത്തിനും നിലനിൽപ്പിനും വേണ്ടി രാവ് പകലാക്കി ഓടുന്ന പാവപ്പെട്ടവന്റെ ജീവിതമാണ് ഭരണകൂടത്തിന്റെ ആദ്യ പ്രയോറിറ്റി. അതിന് ഉമർ ഖാലിദ് ആയാലും മദനി ആയാലും അയൺ ഫിസ്റ്റ് വെച്ച് നേരിടേണ്ട ചുമതല ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ഭരണഘടനാപരമായ ബാധ്യതയുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. വോക്കുകൾ സ്വപ്നജീവികളും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം, സമൂഹം കുടുംബത്തിന്റെ മറ്റൊരു രൂപമാണെന്നുമൊക്കെ ഉട്ടോപ്യൻ ലോകത്തിലെ പൗരസമൂഹമാണ്. അവർ പോലും ഒരു കുടുംബമായാൽ അവർ ആക്ഷേപിക്കുന്ന കൺഫേമിസ്റ്റ് ആകും. അതാണ് യാഥാർത്ഥ്യം. ഇനി മംദാനിയിലേക്ക് വന്നാൽ ഭരണകൂടം ഇതേപോലെ തന്നെ രാജ്യദ്രോഹം പറഞ്ഞുകൊണ്ട് 7 കൊല്ലം ഏകാന്ത തടവിലിട്ട് കൊന്നുകളഞ്ഞ ഒരു പത്രപ്രവർത്തന്റെ കാര്യം പറയൂ. സൗദി ഭരണകൂടം മംദാനിമാനി ആഞ്ഞടിച്ച് 2025 ജൂണിൽ തന്നെ ഒരു മനുഷ്യാവകാശ പത്രപ്രവർത്തനം കൂടിയായ അന്താരാഷ്ട്ര നിലവാരമുള്ള പത്രപ്രവർത്തകനെ ദേശദ്രോഹം, ടെററിസ്റ്റ് ബന്ധം, ദേശസുരക്ഷയ്ക്ക് അപകടം എന്നൊക്കെ വകുപ്പുകൾ ചുമത്തി വധശിക്ഷ നടപ്പാക്കി. ആ പത്രപ്രവർത്തകന്റെ പേര് തുർക്കി അൽ ജാസർ എന്നായിരുന്നു. കഴിഞ്ഞ ദിവസവും സൗദി 3 പേരെ ഇതേ കുറ്റത്തിന് കൊന്നു. ഒരൊറ്റ വർഷം കൊണ്ട് 115 പേരെയാണ് സൗദി ഇങ്ങനെ കൊന്നുകളഞ്ഞത്. മംദാനി പോയിട്ട് ഒരൊറ്റ വോക്ക് കമ എന്നൊരു അക്ഷരം വേണ്ടിയില്ല. മംദാനി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമില്ല. അതുപോലെ പെഹൽഗാമിലെ ടൂറിസ്റ്റ് സിവിലിയൻസിനെ നിക്കറൂരിക്കൊന്ന ഇസ്ലാമിക ഭീകരതയുടെ സമയത്ത് മരിച്ചു വീണവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കണ്ടില്ല. അതുകൊണ്ട് പറയട്ടെ, മിസ്റ്റർ മംദാനി, നിങ്ങൾ പാസ്റ്റേഴ്സ് ലോ അപ്ലൈ ചെയ്യാൻ പറയരുത്. അതുകൊണ്ട് മംദാനി പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ലോകത്തിന് ഭീഷണിയായി മാറിയ ഭീകരതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യ എന്ന ഐക്കോണിക് ജനാധിപത്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ അനാവശ്യമായി ഇടപെടരുത്. അല്ലെങ്കിൽ മംദാനി എന്നത് മാമാദാനി എന്ന് തിരുത്തേണ്ടി വരും.